വിവാഹ ചടങ്ങിനുണ്ടാക്കിയ ശീതളപാനീയം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. അഞ്ചൽ മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഓഡിറ്റോറിയത്തിൽ ഉണ്ടാക്കിയ ശീതളപാനീയം കഴിച്ച 20ഓളം പേർക്ക് ഛർദിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു. ഓഡിറ്റോറിയത്തിലെ കിണറിലെ വൃത്തിഹീനമായ ജലമാണ് വിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരാതിയെ തുടർന്ന് അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഓഡിറ്റോറിയത്തിൽ പരിശോധന നടത്തി. ആഹാരപദാർത്ഥങ്ങളുടെയും കിണറ്റിലെ വെള്ളത്തിന്റെയും സാമ്പിൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ മറ്റു വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറഞ്ഞു. അതേസമയം 20,000 രൂപ വാടക വാങ്ങിയാണ് ചടങ്ങിന് ഓഡിറ്റോറിയം എടുത്തതെന്ന് വിവാഹ പാർട്ടിക്കാർ പറഞ്ഞു. ശീതളപാനീയത്തിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധ മൂലം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗശൂന്യമായി പോയതായി വിവാഹ പാർട്ടിക്കാർ പറഞ്ഞു. 200 പേർക്കുള്ള ആഹാരമാണ് ഒഴുക്കിയത്. കാരണം രണ്ട് ചെറുക്കന്റെയും പെൺകുട്ടിയുടെയും ഒരേ ആൾക്കാരാണ്. അത് മുഖാന്തരം 10-800 പേരെ കാണത്തുള്ള ഉദ്ദേശത്തിലാണ് ഈ ആഹാരം ഒരുക്കിയത്. ആ സാധനം മൊത്തം ഇട്ടിരിക്കുകയാണ്. കുറച്ച് പേരെ കഴിച്ചിട്ടുള്ളൂ. അവർക്കെല്ലാം ഇവരെ ഛർദിലും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇത് കണ്ടോ, വെള്ളത്തിൽ നിന്ന് തന്നെയാണോ? വെള്ളത്തിൽ നിന്നാണ്. അതല്ലേ വെള്ളം എടുത്ത് അവിടെ കൊണ്ട് ഹെൽത്തിന് കൊടുത്തിട്ടുണ്ട് നമ്മള്. വെള്ളത്തിന് സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം കുടിച്ചിട്ട് പോലും ഛർദിക്കുകയാണ്. ഇവിടുന്ന് കരിയാൻ വെള്ളം ഉണ്ടാക്കി കൊടുത്തത് വരെ കുടിച്ചിട്ട് ഛർദിക്കുകയാണ് ആൾക്കാർ. ഓഡിറ്റോറിയത്തിന്റെ കിണറും പരിസരവും മോശമായ അന്തരീക്ഷത്തിലാണ് കാണപ്പെട്ടത്. ഇവിടം മത്സ്യമാംസാവശിഷ്ടങ്ങൾ മൂലം മലിനമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.